ഹായ് ഗൈസ്, ട്രേഡ് വിത്ത് അശ്വിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ കയ്യിൽ $17 ഉള്ളൂ. ഞാൻ OTC മാർക്കറ്റിൽ കയറി ഒന്ന് ട്രേഡ് ചെയ്യാൻ നോക്കിയതാണ്. എൻ്റെ റൂൾസ് ഞാൻ തെറ്റിക്കുമ്പോഴാണ് മിക്ക സമയത്തും ഞാൻ എൻ്റെ ഇത് എപ്പോഴും ഞാൻ ലോസ് ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ റൂൾസ് തെറ്റിച്ചു, അത് കാരണമാണ് ഞാൻ ലോസ് ചെയ്തത്. സാരമില്ല, നമുക്ക് റിക്കവർ ചെയ്യണം. ഏകദേശം $5 നമ്മൾ ലോസിൽ നിൽക്കുന്നത്. $5 ലോസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്തോ ചെയ്യാനാന്ന് പറയാം. ഞാൻ പോയി OTC മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു, അതൊരു വലിയ വിഷയമായി. എന്തോ പറയാനാ. നമ്മുടെ സപ്പോർട്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യാം. നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. അത്ര വലിയ നല്ല റെസിസ്റ്റൻസ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു റെസിസ്റ്റൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സോണും കൂടെ നമുക്ക് ഡ്രോ ചെയ്യാനായിട്ടുണ്ട്. ഓക്കേ, നമുക്കൊരു സോണും കൂടെ ഡ്രോ ചെയ്യാം. ഇത് നമുക്കൊരു സോണായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ചെറിയ 3 ടച്ച് പോയിൻറ്റ്സ് ഉണ്ട് നമ്മുടെ സോണിനകത്ത്, അതുകൊണ്ട് നമുക്കെടുക്കാം. നമുക്ക് അപ്പ് ഡയറക്ഷനിലോട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മളെടുത്തു. പ്ലേസ് ആയിട്ടില്ല കേട്ടോ ട്രേഡ് ഇതുവരെയായിട്ടും. ഞാൻ അപ്പ് ഡയറക്ഷനിലോട്ട് എടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് കണ്ടില്ലേ നിങ്ങൾ, ആ ഗ്യാപ്പ് കാരണമാണ് ഞാൻ ഒന്ന് പ്ലേസ് ചെയ്തത്. താഴോട്ട് അത്രയും വലിയ ഗ്യാപ്പുകൾ സാധാരണ രീതിയിൽ പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യുന്ന മാർക്കറ്റ് ആണെങ്കിൽ അത്രയും ഗ്യാപ്പുകൾ മാർക്കറ്റ് ഫില്ല് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള വലിയ ക്യാൻഡിൽസ് ഫോം ആകുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടെ ഫോം ആകണം, കറക്റ്റ് ആണെങ്കിൽ. ഞാൻ കറക്റ്റാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. OTC മാർക്കറ്റ് അല്ല, നമ്മുടെ സാധാ മാർക്കറ്റ് ആണെങ്കിലും ബഗ് ക്യാൻഡിൽസ് ഒരുപാട് ഫോം ആകാറുണ്ട്. ബഗ് എന്ന് പറയുമ്പോൾ എറർ ക്യാൻഡിൽസ് ഒരുപാട് ഫോം ആകാറുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, ലോസാന്ന് തോന്നുന്നു, കണ്ടിട്ട് ലോസാണെന്ന് തോന്നുന്നു. അല്ല, റീഫണ്ടാണ് കേട്ടോ ഗൈസ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് റീഫണ്ട് വന്നു അത്. കുഴപ്പമില്ല. അല്ല, നമ്മൾ ലോസ് ചെയ്തു കേട്ടോ ഗൈസ് അത്. അല്ലല്ല, റീഫണ്ട് വന്നു. അത് നമുക്ക് റീഫണ്ടാണ് വന്നത്. നമുക്കിവിടെ വീണ്ടും ഒരു അപ്പ് ഡയറക്ഷനിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളെടുത്തു. 2 കാരണങ്ങളുണ്ട്. അവിടെ ഒരു മൈനർ സപ്പോർട്ട് ലൈൻ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ട്രെൻഡ് ലൈൻ പാസ് ചെയ്യുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വട്ടത്തെ ക്യാൻഡിൽ മണ്ടക്കോട്ട് പോയതുപോലെ മണ്ടക്കോട്ട് പോകണം എന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ എടുത്തത്. നമുക്ക് നോക്കാം ഇനി എന്താണ് പറ്റാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ താഴോട്ട് വലിയൊരു ക്യാൻഡിലാണ് ഫോം ആകുന്നത്. ഓക്കെ, നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ 2 എണ്ണം അപ്പ് ഡയറക്ഷനിലോട്ട് എടുക്കുന്നതാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി, ഞാൻ അപ്പ് ഡയറക്ഷനിലോട്ട് എടുത്തു. മാർജിൻ കിട്ടിയില്ല. ഓക്കെ, വെരി ഗുഡ്. അത് താഴോട്ട് തന്നെ പോയി. നമ്മൾ ഡൗൺ ഡയറക്ഷനിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം വലിയൊരു ക്യാൻഡിൽ പെട്ടെന്ന് ഫോം ആയതുകൊണ്ട് മണ്ടക്കോട്ട് പോയാലോ എന്നുള്ളൊരു കാരണം നമ്മൾ ഡൗൺ ഡയറക്ഷനിൽ 2 എണ്ണം മണ്ടക്കോട്ട് എടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഒരെണ്ണം വിൻ ചെയ്തു, 2 എണ്ണം ലോസ് ചെയ്തു. കുഴപ്പമില്ല. ഒരെണ്ണം വിൻ ചെയ്തു, 2 എണ്ണം ലോസ് ചെയ്തു. കുഴപ്പമില്ല. സോ നമുക്ക് യൂറോ GBP പോകാം. കാരണം യൂറോ GBP എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരുമാതിരി രീതിയിലുള്ളൊരു മാർക്കറ്റാണ്. യൂറോ GBP ഫോം ആകുന്നതല്ല. യൂറോ JPYയിലോട്ട് പോകാം. നമുക്ക് 17-18 ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. നമ്മൾ ട്രെൻഡ് ലൈൻ ഓക്കെ, നമുക്ക് മാർജിൻ കിട്ടുന്നില്ല. മാർജിൻ കിട്ടുമായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. മാത്രമല്ല ഇത് അപ്പ് ഡയറക്ഷനിലോട്ട് പോകാനാണ് ഗൈസ് കൂടുതലും ചാൻസ്. ഡൗൺ ഡയറക്ഷനിൽ ഒരു ട്രേഡ് എടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു ഷ്യൂരിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഞാൻ 2 എണ്ണം എടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു. ഷ്യൂരിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ഷ്യൂരിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരേ ട്രേഡ് എടുത്തുള്ളൂ. എന്തായാലും അത് കാര്യമായി. നമുക്കത് ലോസ് ആവുകയാണെങ്കിലും കുഴപ്പമില്ല. $1 ലോസല്ലേ വരത്തുള്ളൂ. കുഴപ്പമില്ല. ഷ്യൂരിറ്റി കുറവായിരുന്നു. കാരണം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ പോകാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ നമുക്ക് നോക്കാം, ലക്കുണ്ടെങ്കിൽ നമുക്കിത് വലിയ ക്യാൻഡിലായിട്ട് ഫോം ആവും.
ലാസ്റ്റ് മൂമെൻറ്റിൽ തിരിയായിരുന്നാൽ മതി. നമ്മളിത് വിൻ ചെയ്തു. ഓക്കെ, നമുക്ക് ഡൗൺ ഡയറക്ഷനിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എടുത്തു. നോക്കാം, വലിയ ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആവുന്നതെന്ന് തോന്നുന്നു. എടുത്തു, പക്ഷേ വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് മിക്കവാറും ഫോം ആകാൻ ചാൻസ്. പക്ഷേ വലിയ സപ്പോർട്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഉണ്ട്. സപ്പോർട്ട് ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എന്നാലും റെസിസ്റ്റൻസ് നമ്മുടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യണം, താഴോട്ട് കൊണ്ടുവരണം, അങ്ങനെ ഒരു കാരണമാണ്. പിന്നെ മാത്രമല്ല ഡോജി ഫോം ആയിരിക്കുന്ന കണ്ടില്ലേ ഗൈസ്, അതിനർത്ഥം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്നല്ലേ. വെയിറ്റ് ചെയ്യാം, ജയിക്കുമെന്ന് തോന്നുന്നു. ജയിക്കുവാണെങ്കിൽ നല്ലത്, നോക്കുവാണെങ്കിൽ റിക്കവർ ചെയ്യാം. ഓക്കെ, നമ്മളത് വിൻ ചെയ്തു. കുറച്ച് നമുക്ക് കിട്ടുവാണെങ്കിൽ അപ്പ് ഡയറക്ഷനിൽ നമുക്ക് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ താഴോട്ട് എടുക്കാം. സപ്പോർട്ട് ലൈനിൽ കുറച്ചും കൂടെ താഴോട്ട് വരുമായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഓക്കെ കുറച്ചും കൂടെ താഴോട്ട് വരുമായിരുന്നെങ്കിൽ ഓക്കെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സായി. ഓക്കെ നമുക്ക് കിട്ടി, ചെറിയൊരിത് കിട്ടി. ബട്ട് ഫോം അയക്കുന്ന സ്ഥലം കൊള്ളത്തില്ല. കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. കുറച്ചും കൂടെ മാർജിൻ ഉണ്ടായിരുന്നു, നമ്മൾ ജയിച്ചേനെ, ഷുവറായിട്ട് ജയിച്ചേനെ. പക്ഷേ ഇവിടെ മാർജിൻ വ്യത്യാസത്തിൽ നമ്മൾ തോക്കും. മാർജിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ തോറ്റു ഗൈസ്. കുഴപ്പമില്ല, മാർജിൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു മാർജിൻ കിട്ടി. ഡൗൺ ഡയറക്ഷനിൽ മാർട്ടിങ്ങൾ എടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ക്യാൻഡിൽസ് ഫോം ആകണം. മാത്രമല്ല സപ്പോർട്ട് ലൈനിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല മണ്ടയ്ക്കൂടെ നമ്മുടെ ട്രെൻഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. നമുക്ക് നോക്കാം നമ്മളിത് ലോസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. കൂടുതലും നമ്മൾ ലോസിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. ജയിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, തോക്കുന്നുണ്ടെന്ന. നമ്മൾ ഇപ്പം $1 ലോസിലാണ്. ഇതും കൂടെ കയറി ലോസായി കഴിഞ്ഞാൽ $3 ലോസാവും. ശുഭം. ലാസ്റ്റ് മൂമെൻറ്റിൽ തിരിയുന്നതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് വിൻ ചെയ്തു. വെരി ഗുഡ്. നമുക്ക് ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പ് ഡയറക്ഷനിലോട്ട് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇവിടെ. പക്ഷേ അപ്പ് ഡയറക്ഷനിലോട്ടൊരു ട്രേഡ് എടുക്കാം. ഡൗൺ വരണം, പക്ഷേ ഡൗൺ വരുവാണെങ്കിൽ അപ്പ് ഡയറക്ഷനിലോട്ട് എടുക്കാം. ഇപ്പോൾ പോവുകയാണെങ്കിൽ മാർജിൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺ ഡയറക്ഷൻ. നമുക്ക് മാർജിൻ പോയി. ഷിറ്റ് മാർജിൻ പോയി. നമ്മൾ മാർജിൻ കാരണം വീണ്ടും നോക്കും. മാർജിൻ കൃത്യമല്ല, ഞാൻ ഉദ്ദേശിച്ച മാർജിൻ അല്ല ഗൈസ് എനിക്ക് കിട്ടിയത്. ലെറ്റ്സ് വെയിറ്റ്. ഇത് വിന്നാകുമോ ലോസ് ആകുമോ നോക്കാം. ഓക്കെ, ഡൗൺ ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഓക്കെ, 9, 8, 7. ലാസ്റ്റ് മൂമെൻറ്റിൽ തിരിയാതിരുന്നാൽ മതി. 6, 5, 4, 3, 2, 1, 0. ഓക്കെ, നമ്മൾ ജയിച്ചു. ഓക്കെ, നമുക്ക് ഡൗൺ ഡയറക്ഷനിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എടുത്തു. നമുക്ക് നോക്കാം ടൈം എത്രയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഡൗൺ ഡയറക്ഷനിലോട്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി. റെസിസ്റ്റൻസും എല്ലാം ഉണ്ട്, പക്കയാണ്. പക്ഷേ വലിയ ക്യാൻഡിലാണ് ഫോം ആയത്. എന്ത് പറയാനാണ് ഗൈസ്, വലിയ ക്യാൻഡിലാണ് ഫോം ആകുന്നതെന്ന് തോന്നുന്നു. മണ്ടക്കത്തെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാൻ ആ മണ്ടയ്ക്കൊന്ന് എടുത്തത്. ലാസ്റ്റ് മൂമെൻറ്റിൽ കൊണ്ടാൽ തിരിയാതിരുന്നാൽ മതി. ഈ ബൈനറി ഓപ്ഷൻ്റെ ഒരു പ്രശ്നം അതാണ്, ലാസ്റ്റ് മൂമെൻറ്റിൽ കൊണ്ടാൽ തിരിയും. ചിലപ്പോൾ നമ്മുടെ ഫേവറിലായിരിക്കും തിരിയുന്നത്, ചിലപ്പോൾ നമുക്ക് ഫേവറിലല്ലായിരിക്കും തിരിയുന്നത്. സോ
കുറച്ച് മാർജിൻ താഴോട്ട് കിട്ടുമായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. ബട്ട് നമ്മുടെ മാർജിൻ കിട്ടിയില്ല. മാർജിനൊന്നും കിട്ടുന്നില്ല നമുക്ക്, അതാണ് ഒരു പ്രശ്നം ഇതിനകത്തിൽ. മാർജിൻ കിട്ടുവാണെങ്കിൽ എടുത്തിട്ടേ ഗുണമുള്ളൂ. ഓക്കെ നമുക്ക് അപ്പ് ഡയറക്ഷനിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ബട്ട് ഇപ്പോഴും മാർജിൻ കൃത്യമല്ല കിട്ടിയേക്കുന്നത്. ഞാനിവിടെ അപ്പ് ഡയറക്ഷനിലോട്ട് എടുക്കാനായിട്ട് ഒരു കാരണമേ ഉള്ളൂ. കാരണം റീടച്ച്മെൻറ്റ് ഉണ്ടായ സ്ഥിതിക്ക് മണ്ടയ്ക്കോട്ട് ഒന്നുകൂടെ പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. മാർജിൻ വ്യത്യാസത്തിലാണ് കേട്ടോ ഗൈസ് നമ്മൾ തോറ്റത്. കുറച്ച് ഡൗണിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് ടച്ച് ചെയ്യുന്നില്ല ഗൈസ്. റെസിസ്റ്റൻസ് ഓക്കെ, ഡൗൺ ഡയറക്ഷനിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് എടുത്തു. വെയിറ്റ് ചെയ്യുക, ഇനി എങ്ങനെയാണ് ഫോം ആകാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ഈ മാർക്കറ്റ് തോപ്പിക്കുമോ ജയിപ്പിക്കുമോ എന്താണെന്നുള്ളത് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് ലോസ് ചെയ്യുമെന്നുള്ള ചാൻസുകളുണ്ട് കേട്ടോ. വലിയ ഹാൻഡിലാണ് ഫോം ആകുന്നത്. കഴിഞ്ഞ ഹാൻഡിൽ വല്ല റിജക്ഷൻ വാങ്ങിയാൽ നമുക്ക് രക്ഷയുള്ളൂ. കുറച്ചും കൂടെ നല്ല മാർജിൻ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഷുവറിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, നോ വറീസ്. ലക്കാണ് ഗൈസ്, ഞാൻ പ്യുവറായിട്ട് പറയാം, ലക്കാണ്. നമുക്കിവിടെ ഡൗൺ ഡയറക്ഷനിലോട്ട് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മാർജിൻ കൃത്യമല്ല കിട്ടിയേക്കുന്നത്, കുഴപ്പമില്ല. നമ്മളിപ്പോൾ എത്ര ലോസിലാണ് നിൽക്കുന്നത്? നമ്മൾ പ്രോഫിറ്റിലാണ് $2. വോളട്ടിലിറ്റി വന്നു കേട്ടോ ഗൈസ്, വോളട്ടിലിറ്റി വന്നു. നോ പ്രോബ്ലം. വോളട്ടിലിറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പാറ്റേൺ ഫോം ആകുന്നുണ്ടായിരുന്നു, അതുകൊണ്ടും കൂടെയാണ് ഞാൻ എടുത്തത്. ഇനി പാറ്റേൺ ബ്രേക്ക് ആകുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ച് സമയത്തേക്ക് ഈ പാറ്റേൺ ഫോം ആകത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡ് ഗ്രീൻ, അടുത്തത് റെഡാണ് ഫോം ആകേണ്ട. പാറ്റേൺ ഫോമിങ് ആണെങ്കിൽ, അഥവാ നമ്മുടെ പാറ്റേൺ ബ്രേക്കിംഗ് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, കാരണം പോവും. ലാസ്റ്റ് മൂമെൻറ്റിൽ കൊണ്ടൊരു അങ്ങ് തിരിയും. അതാണ് വോളട്ടൈൽ മാർക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. മുട്ട. ഓക്കെ, നമ്മൾ ജയിച്ചു. ഓക്കെ നമുക്കിവിടെ ഒരു അപ്പ് ഡയറക്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മളെടുത്തു. അപ്പ് ഡയറക്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ നമ്മുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലൈൻ ഉണ്ട്, നമുക്കൊരു ചെറിയൊരു സപ്പോർട്ടുണ്ട് ഇവിടെ. ആ ഒരു സപ്പോർട്ട് ലൈൻ പുഷ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. നമ്മൾ ലോസ് എത്രയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് നോക്കാം നമുക്ക്. നമ്മളിത് ലോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് കേട്ടോ ഗൈസ്, ചാൻസ് ഉണ്ട്. ഇതൊരു 70 to 30% ചാൻസാണ്. ഓക്കെ, നമ്മൾ ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത് ലോസ് ചെയ്യും നമ്മൾ. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അപ്പ് ഡയറക്ഷനിലോട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്തു. നമുക്കിനി നോക്കാം എന്താണ് ഫോം ആകാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. താഴത്തെ മൈനർ സപ്പോർട്ട് കണ്ടിട്ടാണ് ഞാൻ അപ്പ് ഡയറക്ഷനിലോട്ട് എടുത്തത്. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ $1 പ്രോഫിറ്റിലെങ്ങാണ്ടാന്ന് തോന്നുന്നു നിൽക്കുന്നത്. ലാസ്റ്റ് മൂമെൻറ്റിൽ തിരിയാതിരുന്നാൽ മതിയായിരുന്നു, അത്രയേ ഉള്ളൂ. വോളട്ടൈൽ മാർക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ അതാണ്, ലാസ്റ്റ് മൂമെൻറ്റിൽ വന്നിട്ട് തിരിയും. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പേടിയാണ്. ഓക്കെ, നമ്മൾ വിൻ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വെരി ഗുഡ്.
സപ്പോർട്ടിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ഡൗൺ ഡയറക്ഷനിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡൗൺ ഡയറക്ഷൻ. ഓപ്പർച്യൂണിറ്റി ഡൗൺ ഡയറക്ഷനിലോട്ട് കണ്ടതുകൊണ്ടാണ് എടുത്തത്. നമുക്ക് നോക്കാം. താഴത്തെ നമ്മുടെ സപ്പോർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത്. 1 2 3 4 5 6 ടച്ച് പോയിൻറ്റ്സ് ഉള്ള നമ്മുടെ സപ്പോർട്ട്. ഡയറക്ഷനിലോട്ട് എടുക്കാം. ഓക്കെ 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 നമുക്കൊരു അപ്പ് ഡയറക്ഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയെടുത്തു. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരമായിട്ട് ഡൗൺ ഡയറക്ഷനാണ് ഫോം ആകുന്നത്, റീടച്ച്മെൻ്റ് ഒന്നും ഫോം ആയില്ല. മാത്രമല്ല സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. ഇതൊക്കെയാണ് കാരണം. നൈസ്. സപ്പോർട്ടിൽ നിന്ന് റിജക്ഷൻ കിട്ടണം, താഴോട്ട് വരും ചിലപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളിതും വിൻ ചെയ്തു. വെരി ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ട്രേഡ് നിർത്താൻ വേണ്ടി പോവാണ്. ഇന്നലത്തെ നമ്മുടെ ലോസും നമ്മൾ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.